നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൻ്റെ അമ്മോ, വല്ലാത്ത ആദ്യ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു കോച്ച് മാറിയാൽ ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടാകുമോ? സിറ്റിയൊക്കെ ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അടിച്ച് പറത്തിയ ടീമാണ് സ്പോർട്ടിങ്. ആ സ്പോർട്ടിങ് ഇന്നലെ ക്ലബ് ബ്രൂഗയോട് തോറ്റിരിക്കുകയാണ് 2-1. വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ വീണ് പോയിരിക്കുന്നു. റൂബൻ അമോറിം സ്പോർട്ടിങ് വിട്ടതിന് ശേഷമുള്ള അവസ്ഥ എന്താ? അതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. റൂബൻ അമോറിമിൻ്റെ കീഴിൽ ഈ സീസണിൽ സ്പോർട്ടിങ് 18 കളികൾ കളിച്ചിട്ട് 16 വിജയങ്ങൾ, 1 സമനില, 1 തോൽവി, 56 ഗോളുകൾ അടിച്ചു. 13 ഗോളുകൾ മാത്രമേ തിരികെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അവിടം വിട്ട് എങ്ങോട്ടാണ് പോയതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കാണ്. അവിടെ ഇപ്പോൾ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് യുണൈറ്റഡ് വീഴുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും റൂബൻ അമോറിമിന് ശേഷമുള്ള സ്പോർട്ടിങ്ങിൻ്റെ കളികൾ 5 കഴിഞ്ഞു. ഒറ്റ ജയം, 4 പൊട്ടി. 9 ഗോളടിച്ചു, 10 തിരികെ വാങ്ങി. സോ ഇങ്ങനെ 4 കളികൾ തുടർച്ചയായി പൊട്ടിയിരിക്കുകയാണെന്നേ. 4 കളികൾ തുടർച്ചയായി പൊട്ടുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ക്ലബ് ബ്രൂഗയോട് തോറ്റു. അതിന് മുമ്പ് മൊറേറൻസിനെതിരെ 2-1 തോറ്റു. സാന്റാ ക്ലാരക്കെതിരെ ഏകപക്ഷീയമായ 1 ഗോളിൻ്റെ തോൽവി. പിന്നെ ആഴ്സണലിനോട് 5-1 UCL തോറ്റിരുന്നു. തുടർച്ചയായ 4 കളികൾ പൊട്ടുമ്പോൾ 2012 ശേഷം ആദ്യമായിട്ടാണ് സ്പോർട്ടിങ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വീഴുന്നത് എന്നുകൂടി അറിയുക. ചുരുക്കത്തിൽ അമോറിമായിരുന്നു അവരുടെ നട്ടെല്ല്. ആ നട്ടെല്ലങ്ങ് പോയപ്പോൾ അവരങ്ങ് വളഞ്ഞുകുത്തി ഇടിഞ്ഞുകുത്തി വീഴുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോഴും അവർ സേഫ് സോണിൽ തന്നെയാണ്. 6 കളികളിൽ നിന്ന് 3 വിജയം, 1 സമനില, 2 തോൽവികളുമായിട്ട് 10 പോയിൻ്റുള്ള സ്പോർട്ടിങ് 12ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.